ശേഷം കണ്ണൂർ വളപട്ടണത്ത് ചെറിയ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോകാം. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, അപ്പൊ നേരത്തെ ഒന്ന് ചെറിയൊരു സംഘർഷത്തിലേക്ക് പോയതാണ്, പിന്നീട് അത് മാറിയിരുന്നു. ഇപ്പൊ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിലുള്ളൊരു സംഘർഷ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോയത്? അഞ്ജിത, ഈ മാർച്ച് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ വീണ്ടും സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞെങ്കിലും ഈ പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഈ പോലീസ് ഈ ലാത്തി ഉപയോഗിച്ചടക്കം പ്രവർത്തകരെ തടയുന്നുണ്ട്. എന്നാൽ പ്രവർത്തകർ ശാന്തരാകാതെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മാർച്ചുമായി കയറാനുള്ള ശ്രമം ആണ് നടത്തുന്നത്. അതിന് പോലീസ് വലിയ പോലീസ് സന്നാഹമുണ്ട്. പോലീസുകാർ പരമാവധി തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം പ്രവർത്തകർ ഒട്ടും തന്നെ ശാന്തരല്ല. വീണ്ടും ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഏതായാലും വളപട്ടണത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കയ്യാങ്കളിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട്. വനിതാ പ്രവർത്തകരടക്കമുള്ളവരുണ്ട്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മാർച്ച് നയിക്കുന്നു. ഏതായാലും വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. പരമാവധി പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ സംയമനം പാലിക്കുന്നില്ല. വനിതാ പ്രവർത്തകരടക്കം ഈ ബാരിക്കേഡ് മറികടന്ന് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസിന്റെ ലാത്തി പിടിച്ച് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നു. അതായത് ലാത്തി ഉപയോഗിച്ചാണ് ഈ പോലീസുകാർ ഈ പ്രവർത്തകരെ തടഞ്ഞത്. ആ ലാത്തി വനിതാ പ്രവർത്തകരടക്കം ആ ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ച് അടിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ധാരാളം വനിതാ പ്രവർത്തകരടക്കം ഈ മാർച്ചിന്റെ ഭാഗമായി എത്തിയിരുന്നു. അവരടക്കം മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. പോലീസുമായി ഉന്തും പ്രത്യേകിച്ചും ലാത്തി അടക്കം പിടിച്ചു വാങ്ങിക്കൊണ്ട് തിരിച്ചടിക്കാനുള്ള ശ്രമമടക്കം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പം ശാന്തമായി എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. കുറച്ച് ഈ പോലീസിന്റെ വശത്തു നിന്നും കുറച്ച് മാറി ഒരു വിട്ടു നിൽക്കുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തകർ. പക്ഷേ ഈ പ്രസംഗത്തിന് ശേഷം, ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ഈ മാർച്ച് പോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ ഗേറ്റിന് മുൻപിലേക്ക്, ബാരിക്കേഡിന് മുൻപിലേക്ക് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്, സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് പറയാം. നേരത്തെ പ്രവർത്തകർ ഈ സ്റ്റേഷനുള്ളിലേക്ക് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമമാണ് നടത്തിയതെങ്കിൽ ഇപ്പോൾ അല്പം പിന്തിരിഞ്ഞ് വിട്ടുനിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പോലീസ് ഈ പ്രവർത്തകരെ മാറ്റുന്ന നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ലല്ലോ അല്ലേ? അഞ്ജിത, പ്രവർത്തകരെ ഈ ഉള്ളിലേക്ക്, ഈ ബാരിക്കേഡ് മറികടന്ന് പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. പക്ഷേ ബാരിക്കേഡിന് മുന്നിൽ തന്നെ 3 നിരയായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. അവർ ഈ പ്രവർത്തകരെ തടഞ്ഞു, വനിതാ പ്രവർത്തകരെ അടക്കം തടഞ്ഞപ്പോഴാണ് ലാത്തി പിടിച്ചു വാങ്ങാനുള്ള ശ്രമം വനിതാ പ്രവർത്തകരടക്കം ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏതായാലും അതിനുശേഷം പ്രവർത്തകർ അല്പം മാറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയും. കാരണം ഈ മാർച്ച് വന്ന സമയത്തും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ട് പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വീണ്ടും സംഘർഷത്തിലേക്ക് പോയി. ഇപ്പോൾ ഏതായാലും അല്പം അയവ് വന്നിട്ടുണ്ട് സംഘർഷത്തിന് എന്ന് തന്നെ നമുക്ക് പറയാം. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. വിവിധയിടങ്ങളിലായി കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്, പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ ചെറിയ ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. കോഴിക്കോട് നിന്നും എറണാകുളത്ത് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് മുക്കത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ്, പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമുണ്ട്. നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സംസ്ഥാനത്തെ 564 പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ബാരിക്കേഡൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ. എന്തായാലും പോലീസുകാർ പ്രതിഷേധം തടയുന്നുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം.
കാക്കിക്കുള്ളിലെ ഗുണ്ടകളെ ഞങ്ങളെ ഒന്നിനെ തൊട്ടെന്നാൽ ഞങ്ങളെ ഒന്നിനെ തൊട്ടെന്നാൽ തിരിച്ചടിക്കും കെട്ടായ